പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പൊതുയാത്ര ജില്ലയിൽ പര്യടനം തുടരുകയാണ്. അടിമാലിയിലെ പൊതുപരിപാടിക്ക് ശേഷം ഇപ്പോൾ വി ഡി സതീശൻ നെടുങ്കണ്ടത്തെത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നെടുങ്കണ്ടത്ത് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു. അനീഷ്, നെടുങ്കണ്ടത്ത് ഏത് രീതിയിലുള്ള സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇതിൽ ഏതാണ്ട് 11:30യോട് കൂടിയിട്ട് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരിപാടിയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിയോട് കൂടി അദ്ദേഹം നെടുങ്കണ്ടത്ത് എത്തിയിട്ടുള്ളത്. നെടുങ്കണ്ടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ജംഗ്ഷനിൽ നിന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആനയിച്ച് അദ്ദേഹത്തെ അല്പസമയത്തിനകം ഈ പൊതുസമ്മേളനം നടക്കുന്ന കിഴക്കേക്കവലയിലെ വേദിയിലേക്ക് എത്തിക്കും. എന്താണെങ്കിലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളുമാണ് നെടുങ്കണ്ടത്ത് സ്വീകരണ യോഗ സ്ഥലത്ത് പ്രവർത്തകർ സജ്ജീകരിച്ചത്. വിവിധ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളരെ വലിയ ഒരു റാലിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ പൊതുസമ്മേളനം ആരംഭിച്ചിട്ടുള്ളത്. പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനൊപ്പം സ്ഥിരം ജാഥാംഗങ്ങളായ ബെന്നി ബെഹനാൻ, വി കെ ശ്രീകണ്ഠൻ, ഷാനിമോൾ ഉസ്മാൻ, എം ഷംസുദ്ദീൻ, മോൻസ് ജോസഫ്, എൻ കെ പ്രേമചന്ദ്രൻ, സി പി ജോൺ, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ എന്നിവരൊക്കെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സ്ഥിരം അംഗങ്ങളാണ് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ പൊതുസമ്മേളനം ആരംഭിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കിഴക്കേക്കവലയിലെ ഈ പൊതുസമ്മേളന വേദിയിലേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. രാജാക്കാട്ടിൽ നിന്നും, രാജകുമാരിയിൽ നിന്നും, ഉടുമ്പൻചോലയിൽ നിന്നും, കണ്ണാപുരത്തും, പാമ്പാടുംപാറയിലും, ഇരട്ടയാറിൽ നിന്നും ഒക്കെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കിഴക്കേക്കവലയിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനായിട്ട് ഏറ്റവും നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോലയുടെ മണ്ണിൽ അദ്ദേഹം എത്തുമ്പോൾ പറയുക എന്നത് ആകാംക്ഷാപൂർവമാണ് ഈ പ്രവർത്തകർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. ഇപ്പോഴെന്താണെങ്കിലും അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം നെടുങ്കണ്ടത്ത് എത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് നിന്നും ഈ പ്രവർത്തകരുടെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് ഈ പൊതുസമ്മേളന വേദിയിലേക്ക് അല്പസമയത്തിനകം അദ്ദേഹം എത്തുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി വളരെ വലിയ ഒരു പ്രവർത്തകരുടെ കൂട്ടം തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ പൊതുസമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വേദിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷം ഉച്ചയ്ക്ക് 2:30 കുമിളിയിലും വൈകിട്ട് 4:30 ചെറുതോണിയിലും ഏറ്റവും ഒടുവിലത്തെ ഇടുക്കി ജില്ലയിലെ സ്വീകരണ സ്ഥലമായിട്ടുള്ള തൊടുപുഴയിൽ 6:30 പൊതുസമ്മേളനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.5-2 മണിക്കൂറോളം വൈകിയാണ് ഇപ്പോൾ ഈ പരിപാടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാൽ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ, അതായത് കുമിളിയിലെയും ചെറുതോണിയിലെയും തൊടുപുഴയിലെയും പരിപാടികൾ ക്രമാനുഗതമായി നീളുവാനാണ് സാധ്യത. എന്താണെങ്കിലും ഇപ്പോൾ പൊതുസമ്മേളനം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തും. അതിനുശേഷം അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കും. സ്വീകരണം നൽകിയ ശേഷമായിരിക്കും സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുക. ശരി അനീഷ്.